മോദിജി മുഖ്യമന്ത്രി ആവുന്നതിന് മുന്നേ കണ്ടിട്ടുള്ള ആളാണ്. ആളാണ്. അപ്പോൾ കണ്ടു, അദ്ദേഹം സംസാരിച്ചു, കണ്ണൂരിലെ കാര്യങ്ങൾ ആളുകൾ ചോദിച്ചു. അദ്ദേഹം പറയുന്നത് ഓ തമാര ആദ്മി ഹേ ना पुराना मित्र है എന്ന്. കാണുമ്പോൾ അതിന് പ്രത്യേകം ഒരു സ്നേഹം അദ്ദേഹം കാണിക്കാറുണ്ട്. ഒരു അടിയെങ്കിലും നിന്നെ കിട്ടാറുണ്ട്. ഭാരതത്തിന്റെ പ്രധാനമന്ത്രി എന്ന നിലയിൽ മോദിജി ഭയങ്കരമായിട്ട് ആൾക്കാരെ സ്വാധീനിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ വിമർശിക്കുന്നവരൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത് അറിയോ, അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നു. നമ്മൾ ഛത്രപതി ശിവജിയെ കണ്ടിട്ടുണ്ടോ? കുതിരപ്പുറത്തിരിക്കുന്ന ഛത്രപതി ശിവജിയെ കാണുമ്പോൾ നമുക്കൊരു തോന്നും. അതുപോലെ ഈ കസേരയിൽ ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുന്നു, നമസ്കാർ എന്ന് പറയും. സുരേഷ് ഗോപി സാറിനെ കുറിച്ച് പലർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്. ആള് ഭയങ്കര ഒരു അഹങ്കാരിയാണ്. ഒരു പച്ചയായ മനുഷ്യൻ, വളരെ സ്നേഹപൂർവ്വം കാര്യങ്ങൾ പറയും, പിന്നെ എല്ലാം കൃത്യമായിട്ട് നടത്തണം എന്ന് ആഗ്രഹം. പിന്നെ സുരേഷിന് ഭക്ഷണം ഭയങ്കര ഇഷ്ടമാണ്. അതെ, നല്ല ഓർമ്മകൾ, സാഹിത്യത്തിന്റെയും കരുണയുടെയും ഒക്കെ നല്ല ഓർമ്മകൾ നമ്മൾക്കിടയിൽ വാരി വിതറിക്കൊണ്ടാണ് സാനുമാഷ് കടന്നുപോയത്. സാനുമാഷ് വലിയ സിനിമ ഇഷ്ടമുള്ള ആളാണ്. സാനുമാഷിന്റെ പ്രിയപ്പെട്ട ആളുകളിലൊക്കെ ഒന്ന് മമ്മൂക്ക. എന്നെ വിളിച്ചിട്ട് മമ്മൂക്ക എന്ത് ചെയ്യണമെന്ന് ചോദിക്കും. അപ്പോൾ തന്നെ ഞാൻ മമ്മൂക്കയെ വിളിക്കും. ഞാനിപ്പോഴും ഏതെങ്കിലും വേദിയിൽ പ്രസംഗിക്കാൻ പോകുമ്പോൾ അറിയാതെ പറഞ്ഞു പോകുന്നതാണ് വേദിയിലിരിക്കുന്ന മലയാളത്തിൻ്റെ മഹാസാനു എന്ന്. അത് തിരുത്താൻ കുറച്ച് സമയം എടുക്കുന്നുണ്ട്. മോദിജി മുഖ്യമന്ത്രി ആവുന്നതിന് മുന്നേ കണ്ടിട്ടുള്ള ആളാണ്, പരിചയപ്പെട്ടിട്ടുള്ള ആളാണ്. ഭാരതത്തിന്റെ പ്രധാനമന്ത്രി എന്ന നിലയിൽ മോദിജി ഭയങ്കരമായിട്ട് ആൾക്കാരെ സ്വാധീനിച്ചിട്ടുണ്ട്, ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട്. മോദിജി ആയിട്ടുള്ള ആ അനുഭവങ്ങളൊക്കെ എങ്ങനെയാണ്? മോദിജി കുറേ വർഷങ്ങളാണ്. പക്ഷെ അന്ന് മോദിജിയായിട്ട് നമുക്കറിയാം, അദ്ദേഹത്തോടെ 98 കാലത്ത് അന്ന് നമ്മൾ പ്രവർത്തകർ ആരെങ്കിലും നമ്മൾ സർവീസ് പി മൂന്നേട്ടനുണ്ട് മരണം. അപ്പോൾ അദ്ദേഹമുള്ള സമയത്ത് സംഘടനാപരമായി 1-2 സ്ഥലങ്ങളിലൂടെ ഞങ്ങളൊക്കെ ഒരുമിച്ച് പോയിട്ട് അന്ന് അത്രയും മതിയല്ല. പിന്നെ ഞാൻ 2001 ശേഷമാണ് ആ കാലഘട്ടത്തിൽ, അന്നത്തെ ഓർമ്മകളൊക്കെ വളരെ ഇതൊക്കെയുള്ളൂ. 2001 ശേഷം ഞാൻ കാണാൻ പോകുന്നത്. അപ്പോൾ ഒരു നമ്മുടെ പത്രവുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾക്ക് ഞാൻ ഗുജറാത്തിലേക്ക് പോകുന്നു. അപ്പോൾ എൻ്റെ ഓർമ്മയിൽ കുമ്മനം രാജേട്ടനും പുരുഷേട്ടൻ മരണപ്പെട്ടു പോയ സ്വർഗീയ പുരുഷേട്ടൻ ഉൾപ്പെടെയുള്ള ആളുകളാണ് എന്നെ അയച്ചത്. അന്ന് ഒരു RS നായർ അദ്ദേഹം ഉണ്ടായിരുന്ന DMD. അപ്പോൾ ഇവർ എന്നെ അയക്കും ഇന്ന കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി നമ്മൾ പത്രവുമായി ബന്ധപ്പെട്ട. അപ്പോൾ ഗുജറാത്തിൽ പോയി. അപ്പോൾ അന്ന് ഡോക്ടർ ജയചന്ദ്രനുണ്ട്, ഡോക്ടർ ജയേന്ദ്രൻ. അദ്ദേഹം ആയുർവേദ. അപ്പോൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഞാൻ അദ്ദേഹമായിട്ട് ആദ്യം മോദിജിയെ അവിടുത്തെ സംഘത്തിൻ്റെ പ്രചാരക വഴി അദ്ദേഹത്തിൻ്റെ ബന്ധം വെച്ചിട്ട് മോദിജിയെ കാണാൻ പോകുന്നു. അദ്ദേഹത്തിൻ്റെ സുഹൃത്തായ അജിത് ഉണ്ട് മോദിജിയുടെ. പിന്നെ K രാമാമൃതം മണിച്ചേട്ടൻ, അത് കാളിയപ്പ ചെട്ടിയാർ, എറണാകുളത്ത് പ്രശസ്തമായൊരു കടയുണ്ട്, വെസൽസിൻ്റെ ഷോപ്പാണ് കാളിയപ്പ ചെട്ടിയാർ. അവരാണ് ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട ഗോപുരമൊക്കെ പണിതും ചെയ്യുന്നത്. ഇപ്പോൾ വിവാദങ്ങൾ പലതും ഉണ്ടായിട്ടുള്ളൂ, അവരാ ഗണത്തിൽപ്പെട്ടതല്ലോ കേട്ടോ. അപ്പോൾ ക്ഷേത്രത്തിൻ്റെ മണിച്ചേട്ടനായിട്ട് ഞാൻ യാത്രയൊക്കെ ചെയ്തിട്ടുണ്ട്. ആ സമയങ്ങളിൽ പോകുന്നു. അപ്പോൾ ഒരിക്കൽ ഞാനും ഒരു മദൻ മേനുണ്ട്, അപ്പോൾ അദ്ദേഹം ഒരു മീഡിയയിൽ വർക്ക് ചെയ്യാണ്. അപ്പോൾ ഞാനും ഡോക്ടർ ജയേന്ദ്രനും കൂടെ 2011 മറ്റോർമ്മ 2007 പോയിട്ടുണ്ട്, 2015 പോയിട്ടുണ്ട്. അപ്പോൾ അന്ന് അദ്ദേഹം ഡോക്ടർ ജയേന്ദ്രനെ കൊണ്ട് പരിചയപ്പെട്ടു. പിന്നെ ഡോക്ടർ ജയേന്ദ്രൻ അദ്ദേഹമായിട്ട് വളരെ അടുത്ത ബന്ധമായി. പിന്നെ ഞാൻ കേരളത്തിൽ ചെറിയ പ്രവർത്തനമായിട്ട് ഇവിടെ തന്നെ നിന്നു. പിന്നെ മോദിജിക്ക് അത് ഓർമ്മയുണ്ട്. കാണുമ്പോൾ അതിന് പ്രത്യേകം ഒരു സ്നേഹം അദ്ദേഹം കാണിക്കാറുണ്ട്. ഒരു അടിയെങ്കിലും നിന്നെ കിട്ടാറുണ്ട്. മോദിജിയെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് പറയുമ്പോഴാണ് മോദിജിയെക്കുറിച്ച് 2007 മറ്റോ തോന്നുന്നു എൻ്റെ ജന്മദിനം മെയ് 5. ഏകദേശം അജ്ജം ഇരിക്കുന്ന 5-ാം നിലയിലാണ്. 5ൻ്റെ കളിയാണ് പറയാൻ വന്നത്. ഏകദേശം 5 മണിയായി. അപ്പോൾ ഞങ്ങളവിടെ ചെന്നു. അദ്ദേഹത്തെ സെക്രട്ടറിയുടെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ആ സെക്രട്ടറിയോട് പറഞ്ഞു, അന്നിരിക്കുന്നത് അന്ന് കൈലാസനാഥ് സാറുണ്ട്, അവിടെ ഉണ്ട്, അദ്ദേഹം ഉണ്ടത്. ഞാൻ പറഞ്ഞു എനിക്കൊന്ന് എൻ്റെ ജന്മദിനമാണ്, ഒന്ന് കണ്ടാൽ കൊള്ളാമെന്ന് പറഞ്ഞു. അപ്പോൾ വെയിറ്റ് ചെയ്യുമെന്ന് ചോദിച്ചു. എനിക്ക് ആ ഉദ്യോഗസ്ഥന് ചെറിയ പേപ്പറിൽ നിന്ന് കുറിപ്പ് എഴുതി അദ്ദേഹത്തിൻ്റെ ഓഫീസിലേക്ക് വന്നു. ഏകദേശം പറഞ്ഞാൽ വിശ്വസിക്കില്ല, വീണ്ടും ഒരു സംഭവം. അത് അവിടുത്തെ ചിലപ്പോൾ രേഖയിലൊക്കെ കാണുമായിരിക്കട്ടെ, നിങ്ങൾ അന്വേഷിച്ചാൽ. അവിടെ എൻട്രി ചെയ്യുമ്പോൾ സമയങ്ങളൊക്കെ ഉണ്ടാവണമല്ലോ. ഏകദേശം ഈ പറഞ്ഞ സമയമൊക്കെ തന്നെ ആയിരിക്കണം എൻ്റെ ഓർമ്മ. വ്യക്തമായ കാര്യങ്ങൾ ഇപ്പോൾ കൃത്യമുണ്ടെങ്കിൽ മാത്രമേ പറയാൻ പാടുള്ളൂ. സ്പെസിഫിക്കായിട്ട് പറയാം, അങ്ങനെ ഒരു സ്പെസിഫിക്കായിട്ട് പറയാൻ എനിക്കിപ്പോൾ ഓർമ്മയില്ല, കുറേ വർഷങ്ങളല്ല. അന്നും നമ്മൾ ഇത്ര ചിന്തിക്കില്ലല്ലോ. കണ്ടു, എന്നെ വിളിപ്പിച്ചു. അപ്പോൾ എൻ്റെ കയ്യിൽ അന്നത്തെ മീഡിയ ഡയറി ഉണ്ട്, പ്രസ് ക്ലബിൻ്റെ. അപ്പോൾ അതുകൊണ്ട് ഞാനും ഇങ്ങനെ കാണുന്നു. നമ്മൾ ഛത്രപതി ശിവജിയെ കണ്ടിട്ടുണ്ടോ? കുതിരപ്പുറത്തിരിക്കുന്ന ഛത്രപതി ശിവജിയെ കാണുമ്പോൾ നമുക്കൊരു തോന്നും. അതുപോലെ ഈ കസേരയിൽ ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുന്നു, നമസ്കാർ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ വിളിയേക്ക് നിൽക്കും. എന്നിട്ട് വെയിറ്റ്. എനിക്ക് അദ്ദേഹം ഒരു പുഷ്പം എടുത്തു തന്നു, ജന്മദിന ആശംസകൾ പറഞ്ഞിട്ട് ഹിന്ദിയിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ആഗ്രഹമുണ്ടത്. അപ്പോൾ അടുത്ത ചോദ്യം അദ്ദേഹം, കണ്ണൂരിൽ നമ്മുടെ പ്രവർത്തകർ എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ അദ്ദേഹം അത്ര മേൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. ഭയങ്കര ഓർമ്മശക്തിയും
ഭയങ്കരമായിട്ടുള്ള ഓർമ്മശക്തിയുണ്ട്. അപ്പോൾ കണ്ടു, അദ്ദേഹം സംസാരിച്ചു, കണ്ണൂരിലെ കാര്യങ്ങൾ ആളുകൾ ചോദിച്ചു. അതൊരു എക്സാമ്പിളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഒരു, അപ്പോൾ അദ്ദേഹം എൻ്റെ കയ്യിൽ വേറെ പേപ്പറൊന്നുമില്ല, പെട്ടെന്ന് ചാടിയിരുന്ന പുസ്തകം കൊടുത്തു. ആ പുസ്തകത്തിന് താഴെ അദ്ദേഹം മോദിജി എന്ന് പറഞ്ഞു. ആ പുസ്തകം എനിക്ക് മിസ്സായിപ്പോയി. ഇപ്പോൾ ഞാൻ പറഞ്ഞു നേരത്തെ മിസ്സായിപ്പോയി എന്ന് പറഞ്ഞ പോലെ. കാരണം നമ്മളതൊന്നും സൂക്ഷിച്ച് നമ്മൾ ഇതൊക്കെ മഹത്തരമായ കാര്യങ്ങളാണ്. പക്ഷേ ഇതെനിക്കൊന്നും നമുക്കറിയില്ല ഇങ്ങനെ ഇതിൻ്റെയൊക്കെ ഒരു വിലയെക്കുറിച്ചും. അല്ലെങ്കിൽ അതൊക്കെ ഇന്നാണെങ്കിലും ഇതൊക്കെ ഫേസ്ബുക്കിലും വാട്സാപ്പിലൊക്കെ ഇട്ട് പല ആളുകളും ചെയ്യുന്നതും ചെയ്യാറുണ്ട്. അപ്പോൾ എനിക്ക് എന്നെ സംബന്ധിച്ച് ഫേസ്ബുക്കൊന്നും ഇപ്പോഴാണ് ഞാൻ എന്തെങ്കിലും ഇടുന്നത്. ഞാൻ സ്റ്റോറികൾ മാത്രമേ ഇടുള്ളൂ. ഞാനിങ്ങനെ ആരെ കണ്ടു ഇന്നെ കണ്ടു അല്ലെങ്കിൽ അവിടെ പോയി ഇവിടെ പോയി അതൊന്നും ഞങ്ങൾ ചെയ്യാറില്ല. അപ്പോൾ ആ സംഭവം കുറേ നാളിന് ശേഷം ഞാനും ഇന്ന് പ്രൊഫസർ കെ വി തോമസ്, അദ്ദേഹം പാർലമെൻറ്റ് അക്കൗണ്ട്സ് കമ്മിറ്റി ചെയർമാൻ, പ്രസ് ക്ലബിൻ്റെ ആവശ്യത്തിന് വേണ്ടി, നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ പ്രസ് ക്ലബ്ബാണല്ലോ എറണാകുളം പ്രസ് ക്ലബ്ബ്. പ്രസ് ക്ലബിൻ്റെ ആവശ്യത്തിന് വേണ്ടി പരിപാടിക്ക് വേണ്ടി അദ്ദേഹത്തെ വിളിക്കാൻ ചെന്നു. പ്രധാനമന്ത്രിയായ സമയത്ത് നോട്ട്ബന്ദിയുള്ള സമയത്താണ്. ഞങ്ങൾക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടുന്നു, പോകുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ കയറുന്നു. പ്രതീക്ഷിക്കാതെയാണ് അദ്ദേഹത്തിൻ്റെ റൂമിലേക്ക് നമ്മളിങ്ങനെ ഇനി ഇപ്പം എത്തുന്നു പാർലമെൻറ്റ് അകത്താണ്. ഇങ്ങനെ എത്തുന്നു, പെട്ടെന്നാണ് അദ്ദേഹത്തിൻ്റെ റൂമിൽ ഞങ്ങൾ ടക്കെന്ന് കയറുന്നു. ഞാൻ സ്തബ്ധനായി ഞാനും സൈഡിലേക്ക് മാറുന്നു. ഇത് കണ്ടപ്പോൾ അദ്ദേഹത്തെ കണ്ടാൽ നമ്മളൊന്ന് അറിയാണ്ടൊന്ന് ഇതായി അത്ര ഇതല്ലേ, ഞാൻ മാറുന്നു. അപ്പോൾ ചെതറി നിൽക്കുന്ന പോലെ അറിയില്ലേ. അപ്പോൾ ഇവർ മൂന്നുപേർക്ക് തോമസ് മാഷ്. അപ്പോൾ തോമസ് മാഷ് എന്നെ പരിചയപ്പെടുത്തുന്നു. അപ്പോൾ തോമസ് മാഷ് അടുത്ത പറയണേന് ഇങ്ങനെ അടിച്ചത്. അപ്പോൾ അദ്ദേഹം പറയാണ്, ഓ തമാര ആദ്മി ഹേന പുരാണ മിത്ര ഹേന്ന്. പുരാണ മിത്ര, പഴയ സുഹൃത്താന്ന്. സ്വാഭാവികമായിട്ടും ആർക്കാണെങ്കിലും സന്തോഷം തോന്നില്ലേ, വളരെ സന്തോഷം. അപ്പം ഞാൻ അന്ന് എറണാകുളത്ത് BJPയുടെ എറണാകുളം നിയോജകമണ്ഡലം പ്രസിഡൻ്റാണ്. എനിക്ക് 2017. അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ അതിന് മൂല്യം നോക്കണ്ട നിങ്ങൾ. ഒരു നല്ല എനിക്കിഷ്ടപ്പെട്ട അന്ന് പ്രവർത്തന ശിബിരം നടത്തിയപ്പോൾ ഒരു ഇത് കൊടുത്തിരുന്നു. എന്താ ഒരു ഗ്ലാസ് ഫ്രെയിം, അതിൽ നമ്മൾ ഫോട്ടോ വെച്ചിട്ട് വീടുകളിലൊക്കെ വെക്കുമല്ലോ. അതിനകത്ത് കുമ്മൻ രാജശേഖരൻ്റെ അദ്ദേഹത്തിൻ്റെ ഫോട്ടോ, മോദിജിയുടെ ഫോട്ടോ, ശിബിരത്തിന് വന്ന എല്ലാവർക്കും നമ്മളൊരു ഗിഫ്റ്റായിട്ട് കൊടുത്തു വീട്ടിൽ. അപ്പോൾ 2 എടുത്തിരുന്നു. അതിലൊന്ന് അദ്ദേഹത്തിന് കൊടുത്തു. അത് അദ്ദേഹത്തിൻ്റെ ടേബിളിൽ ഉണ്ടോ എന്ന് എനിക്ക് ഉണ്ടാവണം. അദ്ദേഹം അപ്പോൾ ആ ടേബിളിൽ വെച്ചു, അദ്ദേഹത്തിൻ്റെ പടം വെച്ചു. എനിക്ക് തോന്നുന്നു അത് ഇപ്പോഴും ഉണ്ടാവും. പിന്നെ ഒരെണ്ണം പാർലമെൻറ്റ് ഓഫീസിൽ കൊടുത്തിരുന്നു, വേണുവേട്ടൻ്റെ ഓഫീസിൽ. അതിപ്പോഴും അവിടെ ഉണ്ട്. എൻ്റെ പടമില്ല, അന്ന് കുമ്മൻ രാജശേഖരൻ പ്രസിഡൻ്റായിട്ടിരിക്കുന്നു, പിന്നെ മോദിജിയുടെ പടം. അപ്പോൾ ആ 2 പടവും മേടിച്ചു. ഞാൻ ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ മറന്നു പോയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ മേടിച്ചു. അദ്ദേഹത്തിൻ്റെ ടേബിൾ 100 110 രൂപയുടെ സാധനം, അത് ഗ്ലാസ് ഫ്രെയിം. ഇതിനകത്ത് ഇങ്ങനെ ഫോട്ടോ വയ്ക്കും, ഒരു മഞ്ഞ കളറിൽ ഇപ്പോഴും. അത് വളരെ രസകരമാണ്. ഇപ്പം സാനിമാഷിനെ കുറിച്ച് പറഞ്ഞു, സാനിമാഷിനെ കുറിച്ചുള്ള ഓർമ്മകളൊക്കെ. അതൊരു സാനുമാഷിൻ്റെ വിടവാങ്ങൽ, നല്ല ഓർമ്മകൾ, സാഹിത്യത്തിൻ്റെയും കരുണയുടെയും ഒക്കെ നല്ല ഓർമ്മകൾ നമ്മൾക്കിടയിൽ വാരി വിതറിക്കൊണ്ടാണ് സാനുമാഷ് കടന്നുപോയത്. സാനുമാഷ് നടന്നു നീങ്ങിയോ എന്ന് ചോദിച്ചാൽ എനിക്ക് സംശയമുണ്ട്. കാരണം സാനുമാഷ് ഇപ്പോഴും നമ്മളുടെ ചുറ്റുവട്ടത്തുണ്ട്. ഞാനിപ്പോഴും ഏതെങ്കിലും വേദിയിൽ പ്രസംഗിക്കാൻ പോകുമ്പോൾ അറിയാതെ പറഞ്ഞു പോകുന്നതാണ് വേദിയിലിരിക്കുന്ന മലയാളത്തിൻ്റെ മഹാസാനു എന്ന്. അത് തിരുത്താൻ കുറച്ച് സമയം എടുക്കുന്നുണ്ട്. ഇപ്പോൾ സാനുമാഷിനെ ഏറ്റവും ആരാധിക്കുന്നത്, സാനുമാഷിനെ ഹൃദയത്തിൽ കൊണ്ടുനടക്കുന്ന 2 വ്യക്തികളാണ്. ഒന്ന് തോമസ് മാഷ്, പ്രൊഫസർ തോമസ് മാഷ്, അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ. രണ്ടൊന്ന് ജോൺ പോളാട്ട്. ഇവർ 2 പേരും സാനുമാഷിന് പിന്നെ വലിയ ജസ്റ്റിസ് VR കൃഷ്ണയ്യരുമായും സാനുമാഷുമായും ഡോക്ടർ CK രാമചന്ദ്രനുമായും ഒരേ ബന്ധം എനിക്കുണ്ടായിട്ടുണ്ട്. ഞാൻ ആലോചിച്ചിട്ടുണ്ട്, ഇവരൊക്കെ എൻ്റെ കയ്യത്തത്തിൽ ദൂരത്ത് അത്ര മുകളിലാണ് ഇരിക്കുന്നത്, നമുക്ക് നോക്കാൻ പോലും പറ്റത്തില്ല. എലി മലയെ കണ്ട പോലെയാണ് അവരുടെ ഇത്. അപ്പോൾ അവരോടൊപ്പം ഉണ്ടാൻ സാധിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും രസകരമായൊരു അനുഭവം മോഹൻലാലിൻ്റെ ഒരു ഇതുണ്ട്. പുലിമുരുകൻ സിനിമ വന്നിരുന്നു കവിതയിൽ. അപ്പോൾ സാനുമാഷ് വലിയ സിനിമ ഇഷ്ടമുള്ള ആളാണ്. സാനുമാഷിൻ്റെ പ്രിയപ്പെട്ട ആളുകളിലൊക്കെ ഒന്ന് പേരെടുത്ത് പറയാം. അപ്പോൾ തന്നെ മമ്മൂക്ക. ഇടയ്ക്ക് എന്നെ വിളിച്ചിട്ട് മമ്മൂക്ക എന്ത് ചെയ്യണമെന്ന് ചോദിക്കും. അപ്പോൾ തന്നെ ഞാൻ മമ്മൂക്കയെ വിളിക്കും. പിന്നെ ലാൽ എന്ത് ചെയ്യണമെന്ന് ചോദിക്കും. അപ്പോൾ ലാലേട്ടനെ കുറച്ച് കണക്ട് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. മമ്മൂക്കയൊക്കെ എടുക്കും. കാരണം
ഓരോരുത്തരും ഓരോ ഇതാണല്ലോ. പിന്നെ സുരേഷ് ഏട്ടൻ ഇടയ്ക്ക് വിളിക്കും. അപ്പോൾ മാഷ് വരെയൊക്കെ വിളിച്ച് അന്വേഷിക്കും. മാഷിൻ്റെ ചെറിയ താഴെ ആളുകളെ കുറിച്ച് അന്വേഷിക്കും. അവരെന്ത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു നോക്കും. അപ്പോൾ അങ്ങനെ പുലിമുരുകൻ കാണാൻ പോയി കവിതയിൽ. സാനു മാഷൊക്കെ 90+ ആണ് കേട്ടോ. ഞങ്ങൾ ബാൽക്കണിയിൽ ഫസ്റ്റ് ക്ലാസ് ഇതിൽ പോയിരുന്നു, സിനിമ കണ്ടു. അപ്പോൾ ഇവർക്ക് ഞാൻ പോയി പോപ്കോൺ മേടിച്ചുകൊണ്ട് വന്നു. അപ്പോൾ പോപ്കോൺ കഴിച്ചു, ഒരു കാപ്പിയൊക്കെ കുടിച്ചു. അപ്പോൾ ഞാൻ ഈ സിനിമ രണ്ടാമതാണ് കാണാൻ പോകുന്നത്. ആദ്യത്തെ കണ്ടപ്പോൾ എനിക്ക് സിനിമ അത്ര അങ്ങോട്ട് മനസ്സിലായില്ല. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഞാൻ നല്ലൊരു വായനക്കാരനല്ലാത്തതുകൊണ്ട്, കേൾവിക്കാരനാണ്, നല്ലൊരു വായനക്കാരനല്ല. തിരിച്ചിറങ്ങി വന്ന് അപ്പോൾ ഡോക്ടർ സി കെ രാമൻ ഒരു ചോദ്യമുണ്ട്. ഡോക്ടർ സി കെ 100 ആകുമ്പോൾ കേട്ടോ, 100 ആയി. അപ്പോൾ ചോദിച്ചു, അല്ല മാഷേ ഈ സിനിമ എന്താണ് എന്ന ചോദ്യമാണ്. അപ്പോൾ മാഷ് പറയുന്ന ഒരു മറുപടിയാണ് അതിൻ്റെ. അതെന്താണെന്ന് വെച്ചാൽ ആ സംസ്കൃതിയുടെയും ആ സാഹിത്യത്തിൻ്റെയും ഒരു വലിപ്പം മനസ്സിലാക്കുന്ന ആ ഒരൊറ്റ ഡയലോഗ് മതി. നാട്ടിലെ മൃഗം കാട്ടിലെ മൃഗത്തേക്കാൾ അപകടകാരി. സിനിമ കണ്ടാൽ ചിലപ്പോൾ മനസ്സിലാവും. ക്ലിയർ ആയില്ലേ? ഈ 2 വാചകം കൊണ്ട് നാട്ടിലെ മൃഗം കാട്ടിലെ മൃഗത്തേക്കാൾ അപകടകാരി. അപ്പോഴാണ് എനിക്ക് ആ സിനിമ 2 വാചകം കൊണ്ട് ആ സാധനം നിങ്ങൾ തീർത്തു. അതായത് നമ്മളൊരു ഓൾഡ് സിനിമ 2.5 മണിക്കൂർ കൊണ്ട് കാണുന്ന സാധനം, അല്ലെങ്കിൽ 2 മണിക്കൂർ കൊണ്ട് സാധനം മാഷ് 1 സെക്കൻഡ് കൊണ്ട് തീർത്തു. ഇതാണ് അതിൻ്റെ. പിന്നെ മാഷ് മൊത്തം ഇങ്ങനെ പോകാൻ തുടങ്ങി. പിന്നെ മാഷിനെ കൊണ്ട് വിക്രാന്ത്, സുരേഷ് ഏട്ടൻ പ്രത്യേക താല്പര്യം എടുത്തു. സുരേഷ് ഗോപിച്ചേട്ടൻ കേന്ദ്രമന്ത്രി ആട്ടോ, ഞാൻ അറിയാതെ പറഞ്ഞു, സുരേഷ് വിളിച്ച് അങ്ങനെ ആയതുകൊണ്ടാണ്. അദ്ദേഹം സാറിന് വിളിക്കേണ്ടതും അങ്ങനത്തെ ഒരാളാണ്. പക്ഷേ അങ്ങനെ വിളിച്ച് പരിചയമില്ലാത്തതുകൊണ്ടുമാണ്. അദ്ദേഹം വിക്രാന്ത് നമ്മുടെ സാനുമാഷ് നടന്നു. വാങ്ഡേ സ്റ്റേഡിയത്തിൻ്റെ 1.5 വഴി വലിപ്പമുള്ള സ്റ്റേഡിയത്തിൽ മാഷ് കുറച്ച് ദൂരം നടന്നു. മാഷ് കൊണ്ടുപോയി അത് മാഷിന് ഗിഫ്റ്റ് കൊടുത്തു. അപ്പോൾ സുരേഷ് ഏട്ടൻ ആ ഒരു ആഗ്രഹം മാഷിനെ കൊണ്ട്. പിന്നെ സുരേഷ് ഏട്ടൻ്റെ അമ്മയുടെ ഗുരുനാഥനാണ് സാനുമാഷ്. അതിനുശേഷം മരിക്കുന്നതിന് സാനുമാഷ് നടന്നു നീങ്ങുന്ന തൊട്ട് മുന്നേ ഒരു 3 ദിവസം മുന്നേ എൻ്റെ അടുത്ത് ചോദിച്ചു, സുരേഷ് എന്ന വന്നെന്ന് ചോദിച്ചു. സുരേഷ് ഏട്ടൻ ഒരു വാഗ്ദാനം കൊടുത്തിരുന്നു, മാഷ് ഇഷ്ടപ്പെട്ട മീൻകറി കൂട്ടിയുള്ള ഊണ് വാങ്ങിച്ചു തരാമെന്ന്. അല്ലെങ്കിൽ എവിടെ നിന്ന് കഴിക്കാൻ, മാഷിൻ്റെ അവിടെ അല്ലെങ്കിൽ അവിടെ. അപ്പോൾ മാഷ് എൻ്റെ ആ ഒരു അവസാന ദിവസം 3-4 ദിവസം മുന്നെയാണ് ചോദിക്കുന്നത്. അപ്പോൾ മീൻകറി സുരേഷ് എന്നാ നമ്മൾ മീൻകറി കൂട്ടാൻ എന്നാ കൊണ്ടുപോകാന്ന് പറഞ്ഞത്. ഞാൻ കഴിക്കില്ല കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു അത് വരും, ശരി എന്നാൽ ഒന്ന് വിളിക്കൂ എന്ന് പറഞ്ഞു. വിളിച്ചിട്ട് കിട്ടിയില്ല. അതിന് മുമ്പ് ഒരാഴ്ച ഉണ്ട് കഴിഞ്ഞിട്ടാണ് മാഷിനെ പെട്ടെന്നുള്ള നടന്നിരുന്നത്. അപ്പോൾ പ്രതീക്ഷിക്കാതെ. അപ്പോൾ മാഷ് കുറച്ചും കൂടെ കാലം കൊണ്ട് ജീവിച്ചിരിക്കുമെന്ന് ഞങ്ങളൊക്കെ പ്രതീക്ഷിച്ചിരുന്നു. അപ്പോൾ അത് മാഷിൻ്റെ ഒരു നടന്നു നീങ്ങൽ വലിയതായി. പിന്നെ എൻ്റെ ബന്ധങ്ങൾ, സന്യാസി സമൂഹമായിട്ടുള്ള ബന്ധങ്ങൾ, അതായത് NSS ആണെങ്കിലും SNDP ആണെങ്കിലും നടേശേട്ടൻ അങ്ങനെ ഉൾപ്പെടെ എല്ലാ ആളുകളും, സുമാരചേട്ടൻ ഉൾപ്പെടെയുള്ള ആളുകൾ, പുന്നല, വ്യക്തിബന്ധങ്ങൾക്കപ്പുറം പിന്നെ KCBC, ആലഞ്ചേരി പിതാവ്, പുതിയ പിതാവ്, അലക്സ് പടക്കുന്തല പിതാവ്, കരിയിൽ പിതാവ്, ഇങ്ങനെ പറഞ്ഞു പോകാണെങ്കിൽ ഇങ്ങനെ പോവാം. സ്റ്റീഫൻ അടക്കുന്തല, അങ്ങനെ ഇങ്ങനെ പോകുന്നു അവരുമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ. ഇപ്പം സുരേഷ് ഗോപി സാറിനെ കുറിച്ച് പറഞ്ഞു. ഇപ്പം സുരേഷ് ഗോപി സാറിനെ കുറിച്ച് പലർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്. ആള് ഭയങ്കര ഒരു അഹങ്കാരിയാണ്, ഗൗനിക്കാറില്ല ആരെയും, അങ്ങനെയൊക്കെ ഉള്ള പല തെറ്റിദ്ധാരണകളും നമ്മൾ കണ്ടിട്ടുണ്ട്. ശരിക്കും സുരേഷ് ഗോപി സാർ എന്താണ്? സുരേഷ് ഗോപി സാർ എന്താണെന്ന് ശരിക്കും പുള്ളിയുടെ കൂടെ ഓരഞ്ച് നടന്ന് ചാരത്ത് നടന്ന് ഒരു 24 മണിക്കൂർ നടക്കുമ്പോൾ പുള്ളിയെക്കുറിച്ച് മനസ്സിലാവും. ഒരു പച്ചയായ മനുഷ്യൻ, ചിലപ്പോൾ ദേഷ്യപ്പെടും. അദ്ദേഹം നാട്യങ്ങൾ, സിനിമയിൽ അദ്ദേഹം നന്നായിട്ട് അഭിനയിക്കും. ജീവിതത്തിൽ അങ്ങനെയൊന്നുമില്ല. ഇല്ല. ഇപ്പൊ പലപ്പോഴും ഇപ്പൊ ഫേസ്ബുക്കിലായാലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആയാലും ഓരോരോ ക്ലിപ്പ് വെച്ചാണ് വരുന്നത്. അതെ. അപ്പം എല്ലാരും കാണുമ്പോൾ അദ്ദേഹത്തെ വിമർശിക്കുന്നവരൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത് എന്താ അറിയോ, അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ എനിക്ക് തന്നെ ചില സമയത്തൊക്കെ സുരേഷ് ഏട്ടൻ എന്താ ഇങ്ങനെ എന്നൊക്കെ തോന്നും. പുള്ളി അങ്ങനെയാണ്, എന്നാൽ ഭയങ്കര സ്നേഹവുമാണ് പുള്ളി. ഒരു എന്താ പറയുക, ശുദ്ധമായ ഇഷ്ടപ്പെട്ടില്ല പറയും, കുറച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ വളരെ സ്നേഹപൂർവ്വം കാര്യങ്ങൾ പറയും. പിന്നെ എല്ലാം കൃത്യമായിട്ട് നടത്തണമെന്ന് ആഗ്രഹം. ഒരുപാട് അറിവുള്ള മനുഷ്യനാണ്. അറിവ് മാത്രമല്ല, തിരിച്ചറിവുണ്ട്. അറിവ് മാത്രം കൊണ്ട് കാര്യമില്ല, തിരിച്ചറിവുണ്ട്. ഒരുപാട് കാര്യങ്ങൾ അറിവുണ്ട്. നന്നായിട്ട് വായനശീലമുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ ആംഗലേയ ഭാഷ
ലെങ്തി ഡയലോഗ് ഉണ്ടല്ലോ സിനിമയിലൊക്കെ അടിക്കുന്നത്, അത് ചുമ്മാ അടിക്കുന്നതല്ല അദ്ദേഹം. അത് നമ്മളൊരു 4 ജന്മം നിന്നാൽ പോലും പറയാൻ പറ്റത്തില്ല ആ ലെങ്തി ഡയലോഗ്, മനസ്സിലായോ? അതുപോലെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാട്. അപ്പം നല്ല മനുഷ്യൻ, അദ്ദേഹത്തെ അടുത്തിടവായി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. പിന്നെ സുരേഷിൻ്റെ ഭക്ഷണം ഭയങ്കര ഇഷ്ടമാണ്. എനിക്കൊരു രസകരമായ സംഭവം ഉണ്ടായിട്ടുണ്ട്. ഞങ്ങളൊരിക്കൽ കണ്ണൂർ യാത്രയിൽ എനിക്കിഷ്ടപ്പെട്ട മറ്റേ ചേമ്പ് വറുത്തത്, സുരേഷ് ഏട്ടൻ അത് ഇഷ്ടം. ഞാൻ 2 പാക്കറ്റ് മേടിച്ചിരുന്നു ഇപ്പോഴല്ലേ കുറേ നാൾ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ കൊച്ചുകുട്ടികളെ പോലെയാണ്. ഞാൻ പറഞ്ഞു സുരേഷ് ഏട്ടാ ഒരു പറഞ്ഞു, ഞാൻ ഇതല്ലേ ഇത്. അത് കഴിഞ്ഞിട്ട് പുള്ളി അപ്പം തന്നെ തരും. ആദ്യം കാണുന്ന ഭാഗം എന്താണ്, തരില്ല എന്ന് പറയുന്നതാണ്. അപ്പോൾ ഇത് ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഓ തന്ന ഭാഗം കണ്ടിട്ടുണ്ടാവില്ല. ഇതാണ് ഞാൻ അത് പറയാൻ വേണ്ടി പറഞ്ഞതാണ്. അപ്പോൾ സുരേഷ് ഏട്ടൻ നല്ല മനുഷ്യനാണ്. എനിക്കറിയാം ഒരു അമ്മയ്ക്ക് കുറേ നാളുമ്പോൾ ഞാൻ പറഞ്ഞാണെന്ന് പറയും, അവർക്ക് ഈ എന്തോ പ്രത്യേക ഒരു അസുഖമാണത്, ശരീരത്തിന് മൊത്തം ചൂട് വരും. അപ്പോൾ AC വേണം. AC യിലില്ലായിരുന്നെങ്കിൽ ഭയങ്കര ഒരു അപകടമാണ്. അദ്ദേഹം മന്ത്രിയാവുന്നതിന് മുന്നേ കേട്ടോ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നുള്ള കാശ് ഇട്ടുകൊണ്ട് ആ വീട്ടിലൊരു AC വാങ്ങിച്ചു കൊടുക്കുമെന്ന് പറയുമ്പോൾ എത്ര മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു കൊച്ചുകുട്ടി ഞാൻ യാത്രയിൽ കണ്ടു, ആൾ സുരേഷ് ഏട്ടനെ കാണണം ആഗ്രഹം പ്രകടിപ്പിച്ചു, മെസ്സേജ് ഇട്ടു. അപ്പോൾ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് എറണാകുളത്ത് വരുമ്പോൾ ആ കുട്ടിയെ കാണണമെന്ന്. ചെറിയ ചെറിയ കാര്യങ്ങൾ ഒരു ഓർത്ത് വെക്കും. ഒരുപാട് വീഡിയോസ് ഇങ്ങനെ വരുന്നുണ്ട്, നിവേദനം വാങ്ങിക്കാതിരിക്കുക, അതേപോലെ തന്നെ ആൾക്കാരോട് കയർത്ത് സംസാരിക്കുന്നത്, ആൾക്കാരെ മാറി നിൽക്കാനൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുന്ന പോലെയൊക്കെ വീഡിയോസ് ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ പലർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്, ഇദ്ദേഹം എന്താണ് ഇങ്ങനെ. ഞാനൊരു കാര്യം പറയാം, അത് ഇപ്പോൾ ഒരു ക്ലിപ്പിംഗ് ഇതൊക്കെ എടുത്ത് അവിടെ വെച്ചിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഞാൻ ഇന്നുവരെയും ഞാൻ അറിയുന്ന ആളുകളും പല ആളുകളും കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു ഓഫീസിൽ, അദ്ദേഹത്തിന് തൃശ്ശൂർ ഓഫീസുണ്ട്, സെക്രട്ടറിമാരുണ്ട്, നല്ല ബെസ്റ്റ് സെക്രട്ടറിമാരാണ് അദ്ദേഹത്തിൻ്റെ സ്റ്റാഫ് അംഗങ്ങൾ. ഒരു ആവശ്യം ഡൽഹിയിലും അത് കേട്ടോ, ഒരാവശ്യം നമ്മൾ ഉന്നയിച്ച് മെയിൽ ചെയ്ത് കഴിഞ്ഞാൽ അതിന് കൃത്യമായ മറുപടി കിട്ടും. നടക്കാൻ സാധിക്കുന്ന കാര്യമാണെങ്കിൽ 101%, 110% നടക്കും. നടക്കാൻ സാധിക്കുന്നതാണെങ്കിൽ നടക്കും. പിന്നെ ഇനി ഒരു കാര്യം നടക്കാൻ പറ്റാത്ത ഒരു വിഷമമുണ്ടെന്ന് ചോദിക്കുക, നൂലാമാലകളിൽ പെട്ടത്. പക്ഷെ അവിടെ അദ്ദേഹത്തിൻ്റെ ഓഫീസ് ഞാൻ പറഞ്ഞാൽ മാനുഷിക മൂല്യങ്ങൾക്ക് വില കൽപ്പിക്കും, മനുഷ്യത്വത്തിന് വില കൽപ്പിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. അതും ചെയ്യുന്നു. ഒരു കുറ്റവും പറയാൻ സാധിക്കില്ല. നമ്മുടെ 2 കേന്ദ്രമന്ത്രിമാരുടെ ഓഫീസിലാണ്. ഇപ്പോൾ ജോർജ് കുര്യൻ, നമുക്കറിയാലോ 8 മന്ത്രിമാരുണ്ടായിരുന്ന കേരളമാണ്. അപ്പോൾ കേരളം തിരഞ്ഞെടുക്കാത്ത ഓ രാജഗോപാലൻ ഉണ്ടായിരുന്നു. അദ്ദേഹം വരെ ഡെവലപ്മെൻറ്റിന് വേണ്ടി എത്രയോ പാലങ്ങളാണ് ചെയ്തത്. അപ്പോൾ ഈ തരത്തിൽ ഒരിക്കൽ പോലും ആരെങ്കിലും സുരേഷ് ഗോപി എന്ന കേന്ദ്രമന്ത്രിയുടെ ഓഫീസിൽ നിവേദനം കൂടെ നടക്കാതെ പോയിട്ടുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും നിയമ തടസ്സങ്ങളും മറ്റതും ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ആ കാര്യം നടന്നിരിക്കും. പ്രത്യേകിച്ച് 24 മണിക്കൂറിൽ ഗൾഫുമായി കൺട്രീസും അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് മലയാളികൾ നേരിടുന്ന പ്രശ്നങ്ങൾ, മലയാളികൾ മാത്രമല്ല ഇന്ത്യയിൽ ഏത് കോർണറിൽ നിന്നും നേരിടുന്ന പ്രശ്നങ്ങൾ അദ്ദേഹം പരിഹരിച്ച് തന്നെ ഇരിക്കും. അത്രയും പെർഫെക്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നത്.